ശ്രീജിത്താണ് ബിരിയാണി സ്റ്റോറിന്ന്. നമുക്ക് ഇന്ന് കിച്ചണിലേക്ക് 2 ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ചെമ്പിന്റെ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ശ്രദ്ധിക്കാറുള്ളത് നോക്കി നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വരാം. നമ്മൾ ബ്രോഡ്വേയിലെ ഫാൻസി വെസൽസിലാണ് വന്നേക്കുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 10 പേരുടെ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പാണ് മേടിച്ചത്. അത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് മേടിച്ചത്. ഇന്ന് മേടിക്കാനുള്ള ചെമ്പ് നമ്മൾ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ചൂസ് ചെയ്യാൻ നേരത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതിന്റെ കട്ടിയാണ്. ഗേജ് എന്ന് പറയും. 16 ഗേജ് തൊട്ട് താഴോട്ട് നമുക്ക് യൂസബിൾ ആണ്. ഒരു അരി വേവിക്കാനോ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കണതാണെങ്കിൽ ഒരു 16 ഗേജ് മതി. പക്ഷേ ദം ബിരിയാണി ഉണ്ടാക്കാൻ ദം ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുമെങ്കിൽ കുറച്ച് കട്ടി കൂടുതൽ വേണം. ഏകദേശം 12 ഗേജ് 10 ഗേജിൻ്റെ ആണെങ്കിൽ ബെസ്റ്റാണ്. ഗേജ് കൂടുന്തോറും ഇതിന്റെ കനം കൂടും, പ്രൈസും കൂടും. രണ്ടാമത്തെ പോയിന്റ് ചെമ്പിന്റെ അളവാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 26 ഇഞ്ചുള്ള ഒരു ചെമ്പും 21 ഇഞ്ചുള്ള മറ്റൊരു ചെമ്പുമാണ്. 26 ഇഞ്ചുള്ള ചെമ്പിന് ഏകദേശം നമുക്ക് 60 തൊട്ട് 80 ബിരിയാണി വരെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 21 ഇഞ്ചുള്ള ചെമ്പിൽ നമുക്കൊരു 30 തൊട്ട് 50 ബിരിയാണി വരെ ചെയ്യാൻ പറ്റും. ചെമ്പിന്റെ അളവ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബിരിയാണിയുടെ നമ്പറും അതിന് അനുസരിച്ചുള്ള ചെമ്പും ഉപയോഗിച്ചില്ലെങ്കിൽ ബിരിയാണിയുടെ ക്വാളിറ്റീനെ ഒരുപാട് ബാധിക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ എത്ര പേർക്കുള്ള ബിരിയാണിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള അളവുള്ള ചെമ്പ് ചൂസ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ ഇന്നെടുത്ത ചെറിയ ചെമ്പ് 10 കിലോസും വലിയ ചെമ്പ് 21 കിലോസും അങ്ങനെ അപ്രോക്സിമേറ്റ്ലി 31 കിലോസ് ആണ് വെയിറ്റ് ആയത്. അപ്പോൾ ഗൈസ്, റെസ്റ്റോറന്റിന്റെ മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you.